Welcome back to my channel and Hasli Children. ഇന്നൊരു പുതിയ റെസിപ്പി പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇന്നത്തെ റെസിപ്പിന്റെ പേരാണ് ചിക്കൻ മാഗി റോൾ. അപ്പോൾ അതൊരു മാഗി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, സാൾട്ട്, ബോൺലെസ് ചിക്കനും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം മറിച്ചിടാം. ചിക്കൻ്റെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ 3 നൂഡിൽസിൽ ഒരു നൂഡിൽസാണ് മാറ്റി വെച്ചിട്ട് ഈ 2 നൂഡിൽസും ക്യാരറ്റും സലറിയും ചേർത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് സാധാരണ അങ്ങനെ ഉണ്ടാക്കിയെടുക്കില്ല, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് ആ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ടെടുക്കാം. ഒരു നൂഡിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് രണ്ടാമത്തെ ഇട്ടെടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത അതിൽ ബാക്കിയുള്ള 1 സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ 2ൻ്റെയും മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും സലറിയും ആഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിവിടെ സാലഡ് ഓണിയനും ഗ്രീൻ ചില്ലിയും എടുത്തിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ സാലഡ് ഓണിയൻ തന്നെ വേണമെന്നില്ല, സാധാ ഓണിയൻ ആയാലും മതി. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാലഡ്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാലഡ് ഓണിയൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇത് അവിടെ ഓണിയനും ചില്ലിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഓണിയനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് ആട്ട പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
ഒഴിച്ചിട്ടും വെള്ളം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാറ്റി വെച്ച നൂഡിൽസിൻ്റെ മസാല നമുക്ക് ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച ആ നൂഡിൽസിൻ്റെ മസാല ഇട്ട് ചേർത്തത് നമ്മൾ ആ മാറ്റി വെച്ച നൂഡിൽസ് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായി പൊടിയാക്കരുത്. നമുക്ക് കുറച്ചൊക്കെ വലുതാക്കിയിട്ട് ഒരു ഇതാക്കി കിട്ടണം നമുക്ക് നൂഡിൽസ്. മിക്സ് അടിക്കരുത്. അടിച്ചാൽ അതിൻ്റെ ഇത് പോകും, അതായത് ഇങ്ങനെ പൊടിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ലെവലിലാണ് കിട്ടേണ്ടത്. ഇത് ഒരു ബോൾസായി ഉരുട്ടിയെടുക്കണം. നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കണം. നമുക്ക് ഇത് ഈ മസാലക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് പോലെ എല്ലാതും ചെയ്യണം. നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. ഫുട്ബോൾ പോലത്തെ മാഗി ചിക്കൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ? ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കണം കേട്ടോ. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മളെ ബോൾ ഇതപ്പോൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് പൊരിച്ച് കിട്ടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എണ്ണ അങ്ങനെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് വേഗം ചൂടാക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ബോൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കണം. നമ്മളെ മാഗി ചിക്കൻ ബോൾ റെഡി ആയി വരുന്നുണ്ട്. നമ്മളിങ്ങനെ തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പം തന്നെ ഇത് നൂഡിൽസിന് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ മാഗി ബോളും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സോസ് ഈ ബൗളിലേക്ക് വെച്ചിട്ട് വേഗം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ബൗളിലേക്ക് സോസ് ഇടാൻ പോകുന്നു. മാഗി ഉണ്ടാക്കുമ്പോൾ മാഗിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനും ഇത് ഇങ്ങനത്തെ ഒരു ബോളും കൂടി ആക്കി കഴിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും ടേസ്റ്റ് ആവില്ലേ? അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചേക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കഴിക്കാനായി എന്തായാലും പറ്റുന്ന മാഗിൻ്റെ ഈ പുറത്തത്തെ കോട്ടിങ് നല്ല ക്രിസ്പിനെസ് നൽകുന്നുണ്ട്. അപ്പോൾ കറുമുറ വെച്ചിട്ട് ഇങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കല്ലേ, ഒരു ബെല്ല് അത് അമർത്തണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കിട്ടും. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.